കില്ലിംഗ് എന്ന് പറയുന്ന ഒരു ഡാനിഷ് വെബ് സീരീസിൻ്റെ അഡാപ്റ്റേഷനാണ് ഈ ഒരു കൊൺകൊണ സെൻ ശർമ്മ മെയിൻ ലീഡായിട്ട് വന്ന ഈ ഒരു സെർച്ച് നയന മർഡർ കേസ് എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. അപ്ലോസ് എൻ്റർടൈൻമെൻ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അജയ് ദേവ്ഗൺ നായകനായി വന്ന വെബ് സീരീസ് ആയിട്ടുള്ള രുദ്ര ദ എഡ്ജ് ഓഫ് ഡാർക്ക്നെസ്സും ഈ ഒരു സെയിം പ്രൊഡക്ഷൻ കമ്പനിയായിരുന്നു. എന്തോ റീമേക്സ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യൂ എന്നുള്ളൊരു വാശിയാണ് അവർക്ക്. സോ അങ്ങനെ തന്നെ ലൂത്തറിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ രുദ്ര ദ എഡ്ജ് ഓഫ് ഡാർക്ക്നെസ് അത്ര എഫക്റ്റീവ് അല്ലായിരുന്നു. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ദ കില്ലിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കാത്ത ഒരു ബിലോ ആവറേജ് ആയിട്ടുള്ള സീരീസ് ആയിട്ട് മാറുകയാണ് ഈ ഒരു സെർച്ച് നയന മർഡർ കേസ് എന്ന് പറയുന്ന കൊൺകൊണ സെൻ ശർമ്മ ലീഡായിട്ട് വരുന്ന ഒരു സീരീസ്. കൊൺകൊണ സെൻ ശർമ്മയുടെ പലയിടങ്ങളിലെയും പെർഫോമൻസ് ഒഴിച്ച് നോക്കുകയാണെങ്കിൽ ബാക്കി ഉള്ള ക്യാരക്ടേഴ്സിൻ്റെ പെർഫോമൻസ്, അതിൽ ഒരു കോ ഓഫീസറായിട്ട് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറുണ്ട്. ആ ഒരു ക്യാരക്ടറിൻ്റെ പെർഫോമൻസ് വെച്ച് ശിവ് പണ്ഡിറ്റ്, ശ്രദ്ധാദാസ് അങ്ങനെയുള്ള ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതെന്നാണ്. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. ഓഫീസറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ആറ്റിറ്റ്യൂഡുള്ള, നല്ലപോലെ ചെയ്യാനുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷേ കാര്യമായിട്ടുള്ള പെർഫോമൻസിനുള്ള സംഭവങ്ങളൊന്നും തന്നെ ആ ഒരു ക്യാരക്ടറിൽ നിന്ന് വരാത്തത് ഈ ഒരു സീരീസിൻ്റെ വലിയൊരു നെഗറ്റീവാണ്. പിന്നെ പറയുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള എൻഗേജിങ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ പാറ്റേണും വലിയ സംഭവങ്ങളും കാര്യങ്ങളൊന്നുമില്ല. സോ ഒരു ഇന്ത്യൻ ഒരു സീരീസിൻ്റെ സംഭവങ്ങൾക്കൊക്കെ അനുസരിച്ച് മാറ്റിയിട്ടുണ്ട്. സംഭവങ്ങളൊക്കെ എഫക്റ്റീവ് ആണെങ്കിലും മൊത്തത്തിൽ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ സംഭവങ്ങളോ ബ്രില്യൻ ട്വിസ്റ്റോ ഒന്നും തന്നെ സീരീസ് ഓഫർ ചെയ്യുന്നില്ല. അതിൻ്റെ തന്നെ ക്ലൈമാക്സ് ഒരു വലിയ ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു.